രാജഗോപാലെ, നമ്മൾ ഈ മതം മാറ്റത്തെ പറ്റി കേട്ടിട്ടുണ്ട്. മിഷണറിമാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിഷണറീസ് കൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വഴിയേരിയിലൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ലഘുലേഖകളും വിതരണം ചെയ്ത് നിങ്ങളെല്ലാം ഇങ്ങനെ അവൻ്റെ രാജ്യം വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്ന തട്ടിപ്പിലൂടെ, ആ തട്ടിപ്പിലൂടെ അന്ധവിശ്വാസവും പ്രചരിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ട് കോർപ്പറേറ്റ് തലത്തിലാണ് വമ്പൻ ശമ്പളം പറ്റുന്ന TCS പോലുള്ള സ്ഥാപനങ്ങളിൽ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ എക്സ്പാൻഷൻ. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ പോലും അതിൻ്റെ നാസിക്കിലെ യൂണിറ്റിൽ ടാറ്റ പറഞ്ഞിട്ടോ അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടോ അല്ല, അവിടുത്തെ കുറേ ഉദ്യോഗസ്ഥർ കൂടി മതം മാറ്റം നടത്താൻ ഇപ്പോൾ പുതിയൊരു തന്ത്രം കണ്ടെത്തിയിരിക്കുക. നമ്മുടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ആ HOD കാര്യം പറഞ്ഞ പോലെ അധികാരമുള്ളവരവർ, തീർച്ചയായും പ്രൊമോഷൻ കൊടുക്കാനും അതുപോലെ ശമ്പളം കൂട്ടി കൊടുക്കാനും അധികാരം, അത് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ശുപാർശ ഉണ്ടെങ്കിൽ അത് നടക്കും. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളവും കൂട്ടിത്തരാം, പ്രൊമോഷനും കിട്ടിത്തരാം. നമ്മുടെ യുവാക്കളുടെ ഏറ്റവും വലിയൊരു ആസ്പിറേഷനാണ് പ്രൊമോഷൻ കിട്ടാന്നത്. അപ്പോൾ അതിലവർ വീണുപോകും. അങ്ങനെ ഒരു കള്ളത്തരം കോർപ്പറേറ്റ് തലത്തിൽ വരെ നടത്തി. കോർപ്പറേറ്റ് മതം മാറ്റം, കൺവേർഷൻ, കോർപ്പറേറ്റ് മതം മാറ്റം എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇത് ജിഹാദാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മറ്റൊരു തരത്തിലുള്ള ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധത്വം, എന്ത് മാർഗേനയും മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, ഇസ്ലാമിനെ കീഴ്പ്പെടുത്തുക. അതാണ് ഈ നടക്കുന്നത്. അതല്ലേ ഏറ്റവും വലിയ വർഗീയത. അത് പറയുന്നതാണ് വർഗീയത എന്നാണ് നമ്മുടെ മാർക്സിസ്റ്റ് സഖാക്കൾ പറഞ്ഞത്. അതാണ് ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്നത് വർഗീയത, അത് ചെയ്യുന്നത് വർഗീയത അല്ല, സ്നേഹം. അങ്ങനെയാണല്ലോ ഇപ്പൊ ഫർഹാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഇപ്പൊ കാണാനില്ലെന്ന് പറയുന്നു. ഇനി എന്ത് പേര് തന്നെ പത്രങ്ങൾ പറയുന്നുണ്ട്. ശരിയല്ലെങ്കിലും ആ പെൺകുട്ടിയെ അവൻ വകവരുത്തിയായിരിക്കും ചിലപ്പോ. അറിയേണ്ടിരിക്കുകയാണ് അവളെ കാണാനില്ല എന്ന്. ഇത് പറഞ്ഞാൽ, നമ്മളിത് പറഞ്ഞാൽ, ഈ സത്യം പറഞ്ഞാൽ ഉടനെ വർഗീയത. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് സഖാക്കന്മാർ വന്ന് പൂച്ചുണ്ടും കൊടുത്ത് വഴിയെ പോയ ശിവൻകുട്ടി സാഹു വരെ വന്നിരുന്നു നോക്കി. ഈ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ മോശമാവുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ വരെ കുടുങ്ങും. അങ്ങനെ കണ്ട് വിളിക്കാതെ ക്ഷണിക്കാതെ കല്യാണത്തിന് പോയി ശിവൻകുട്ടി. ട്രൂ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അന്യമതസ്ഥർക്ക് കൊടുത്ത് അവരുടെ മതത്തിലേക്ക് മാറ്റി മതപരിവർത്തനം ചെയ്യിക്കലാണ്, കൺവേർഷനാണ്. വലിയൊരു തമാശയാണ്. അതായത് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുകയാണ്, അന്ന് ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി, ഇപ്പൊ കുറഞ്ഞതാ, താഴോട്ട് വളർന്നതാ. എന്തൊരു വർഗമാണ്. എന്താ വായാടി വിപ്ലവക്കാരെ കൊണ്ട് കേരളം. പക്ഷേ ഈ നാസിക് സംഭവം ഒരു ചെറിയ വിഷയമല്ല. അതൊരു പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല സ്ഥാപനങ്ങളിൽ ഇപ്പോൾ രഹസ്യമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് TCSന്റെ ഒരു BPO ആണ്. നേരിട്ട് അവർ നടത്തുന്ന കമ്പനികളല്ല ആര് TCS. അവർ ഹയർ ചെയ്തോ അല്ലെങ്കിൽ വേറെ ഈ എന്താ പറയുക ഒരു അങ്ങനെ ഒരു ഔട്ട്സോഴ്സിങ് സെന്ററാണത്. ഈ പറഞ്ഞ പീഡനത്തിന് വിധേയമാക്കപ്പെട്ട എല്ലാ പെൺകുട്ടികളും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരും ദളിതരും ഒക്കെയാണ്. എല്ലാവരും ഒന്നുപോലെ അല്ല, സാമ്പത്തികമായി പിന്നോക്കമുള്ള ഹിന്ദു യുവതികളാണ്. ഇതിന് അവിടെ ഒരു HR മാനേജർ ഉണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ. ഒരു സ്ത്രീയായിരുന്നു. അവരും ഇതിന് നിശബ്ദമായി കൂട്ടായിരുന്നു, പരസ്യമായി അവർ കൂട്ടല്ല. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സംഘടിതമായി പ്രവർത്തിക്കുകയും പിന്നെ ഇതിന്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്നവർക്കെല്ലാം സാമ്പത്തിക ലാഭം ഉണ്ടാവും. ഈ HR മാനേജർക്ക് അങ്ങനെയുള്ള ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ കണ്ടെത്തി കൊടുത്തത്. അപ്പോൾ ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു, മാനസികമായി ഭീഷണിപ്പെടുത്തി, മതം മാറാൻ പ്രേരിപ്പിച്ചു. ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണ്. ഇത് ചെയ്തത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജിഹാദികളാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ജിഹാദി ആര്, നല്ലവനാരെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് മുഴുവൻ ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിംസ് വളരെ ഒന്നും
തീവ്രവാദ ചിന്താഗതിയുള്ളവരൊന്നും അല്ല. ദേശീയ മുസ്ലിങ്ങളാണ് ഉണ്ട്. അവർ നല്ല മുസ്ലിങ്ങളാണ്, നല്ല ശരിക്കും പറഞ്ഞാൽ അവർ സമൂഹത്തിന്റെ ഭാഗമായിട്ട്. ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന കുറെ ആളുകൾ ഒഴിച്ചാൽ വേറെ ആരും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി പോലും പറയുന്നവരല്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഈ ജിഹാദികൾ. ഇവരെയൊക്കെ കർക്കശമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവർക്കുള്ള ഫണ്ടും പിന്നെ വിദേശത്തുനിന്ന് വരുന്നതായിരിക്കും. ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ മാർഗം FCR. ഇതിപ്പോ ഹിന്ദുക്കളെ മാത്രമല്ല അവർ മാറ്റുന്നത്. ഈ പിന്നെ പള്ളി ബിഷപ്പും ഒക്കെ മനസ്സിലാക്കേണ്ടത് അവരുടെ കുഞ്ഞാടുകളെയും ഇവർ മതം മാറ്റുന്നുണ്ട്. മുസ്ലിങ്ങളല്ലാതെ എല്ലാവരെയും മതം മാറ്റും. ബ്രാഹ്മണ പെൺകുട്ടിയെ മാറ്റിയ 3.5 ലക്ഷം. നിങ്ങളുടെ CPM സഖാക്കളും കോൺഗ്രസിന്റെ സഖാക്കളും ഒന്നും ഉണ്ടല്ലോ, ഇത് തടയാൻ ഒരു നടപടി എടുക്കത്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പൊളിറ്റീഷ്യൻസിനുള്ളൊരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയോ ദീർഘവീക്ഷണമോ ഇല്ല. അന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ഭംഗിയായിട്ട് നടക്കണം. അതിനുവേണ്ടി അവര് ഈ ഒരു പെൺകുട്ടിയെ, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ മൊണോലിസ, എന്തിനാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹം ഇത്ര ആഘോഷമായിട്ട് 2 മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയൊക്കെ ഉൾപ്പെട്ടി ആഘോഷമാക്കിയത് എന്തിനാണ്? അല്ല, കേരളത്തെ അഭിമാനിച്ചു. ദിസ് ഈസ് ദ ട്രൂ കേരള സ്റ്റോറി എന്ന്. എന്ത് പ്രസക്തിയാണ് ഈ ഒരു സംഭവത്തിന്? ഇനി ഇൻ കേസ് ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പട്ടികജാതി പെൺകുട്ടി ഒരു മുസ്ലിമിനെ നടക്കട്ടെ, സ്വാഭാവികമായ വിവാഹം ഇവിടെ എത്രയും നടക്കുന്നുണ്ട്. ഈ ബഹളവും വിപ്ലവവും ഒന്നും ഇല്ലാതെ ഒരുപാട് ഇന്റർകാസ്റ്റ് മാരേജുകളിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു ആസൂത്രിതവും പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടെ ഉള്ളതും ആയതുകൊണ്ടാണ് എതിർക്കപ്പെടേണ്ടത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഈ വൻകിട സ്ഥാപനങ്ങളുടെ ലോകത്തെ അംഗീകാരവും ബഹുമാനവുമുള്ള ടാറ്റ TCSനെ പോലെയുള്ള സ്ഥാപനങ്ങളുടെ മറവിൽ, ദേശസ്നേഹിയായ ടാറ്റയുടെ പേരിൽ അതാണ്. അപ്പൊ മറവിൽ നടക്കുന്ന ഇതിലൊന്നും ടാറ്റ മാനേജ്മെന്റിന് യാതൊരു പങ്കുമില്ല, അതിന് ഒരു സംശയവും വേണ്ട. പക്ഷേ ഇങ്ങനെ മറവിൽ നടക്കുന്ന ഇത്തരം ഒരു ഹീനപ്രവൃത്തികൾക്ക് ഈ TCSന്റെ റെപ്യൂട്ടേഷനെ തന്നെ ഇല്ലാതാക്കാനും ലോകത്തിന് മുമ്പിൽ നമ്മളെ പരിഹാസപാത്രമാക്കാനും സാധിക്കും. അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഇതിനെ ഈ സംഗതികളൊക്കെ അറിഞ്ഞ ഉടനെ ഈ ഇത്രയും സ്റ്റാഫിനെ, ഈ HR ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ടാറ്റ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സസ്പെൻഷൻ മാത്രമല്ല, അവർ പിരിച്ചുവിടുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്വേഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന അഞ്ചരക്കണ്ടിയിലെ സസ്പെൻഷൻ പോലെ ആയിരിക്കില്ല. ഇത് സസ്പെൻഷൻ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സസ്പെൻഷൻ തന്നെ ആയിരിക്കും. അഞ്ചരക്കണ്ടിയിലും ഇതുപോലെ ഒരു നിരപരാധിയായ സ്ത്രീ കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. സംഗീത അവര് സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്ത. അവർ ഇതിനകത്ത് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല് ഈ മറ്റേ മണി ലെൻഡേഴ്സ് ഉണ്ടല്ലോ, മണി ലെൻഡിങ് ആപ്സ്, അതുവഴി ഇയാളൊരു ലോൺ എടുത്തിരുന്നു. നിതിൻ ചെറിയൊരു തുകയും കണ്ടാണ്. അപ്പൊ അത് 1-2 പ്രാവശ്യം മുടങ്ങിയപ്പോൾ അവര് ഇയാളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സ്ത്രീ അതോ ലോൺ ആപ്പ്. അങ്ങനെയാണ് ഈ സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആര്? സംഗീതെ പൈസ. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ഈ പയ്യനോട് എന്താണ് നീ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ശബ്ദം പോലും ഇല്ല, വളരെ പതിഞ്ഞ ശബ്ദം. ആ ചോദിച്ചത് ഇവൻ ഏറ്റെടുത്തു. ഈ റാം എന്ന് പറയുന്ന സാധനം അവൻ ഏറ്റെടുത്ത് ഇവനെ പീഡിപ്പിക്കാൻ, ഇവനെ അങ്ങ് ഭയങ്കരമായിട്ട്. തന്നെ സംഗീത നമ്പ്യാർ ഒരു സ്ത്രീയാണ്. സ്ത്രീകളുടെ മുമ്പിൽ ഇങ്ങനെ പിന്നെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ എന്താണ് വിളിക്കേണ്ടത്? നമുക്ക് സഭ്യമായ ഭാഷയിലൊന്നും വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളിക്കുന്നില്ല. HOD എന്ന് പറയുന്ന ഇവൻ വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഒരു അധ്യാപകനായിട്ടിരിക്കാൻ യോഗ്യനല്ല, സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യനല്ലാത്ത വ്യക്തിയാണ്. അവന്റെ സ്ഥലം ജയിലിനകത്താണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.